കുഞ്ഞാപ്പുവിന്റെ കുഞ്ഞുവാവ ഇന്നൊരു ഉഗ്രൻ കുസൃതി കാട്ടി. കിണറിന്റെ മതിൽപ്പടിയിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കെ അവന്റെ കാലിടറി താഴേക്കു പതിച്ചു. കളി കാര്യമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കിണറിനുള്ളിലേക്ക് അവൻ പതിക്കുന്ന കാഴ്ച നടുക്കത്തോടെ ഞാൻ കണ്ടു. എന്റെ മകളുടെ നിലവിളി ഉയർന്നു കേൾക്കവേ കുഞ്ഞുപൂച്ചയുടെ ശബ്ദം മുങ്ങിപ്പോയി. കുഞ്ഞുവാവ കിണറ്റിൽ വീണതൊന്നും കാര്യമാക്കാതെ കുഞ്ഞാപ്പു അണിഞ്ഞൊരുങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായി. വെള്ളത്തിൽ വീണു വിറങ്ങലിച്ച കുഞ്ഞുപൂച്ച വേരിൽ പിടിച്ചു പൊങ്ങിക്കിടന്നു. കയറിൽ ബക്കറ്റ് കെട്ടിയിറക്കി അനവധി ശ്രമങ്ങൾ പാളിപ്പോയി. അമ്മപ്പൂച്ചയും സഹോദരങ്ങളും കാര്യമറിയാതെ കാത്തിരുന്നു. ഭയം നിറഞ്ഞ അവന്റെ കണ്ണുകൾ നേരം പോകെ പോകെ ഇരുളിന്റെ ഉള്ളിൽ തിളങ്ങി തുടങ്ങി. പ്രാർത്ഥനയോടെ കുഞ്ഞിപ്പൂച്ചയെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമം തുടർന്നൊടുവിൽ അവനെ ഒരു വിധത്തിൽ കരയ്ക്കെത്തിച്ചു. ഭയത്താലാവും ആദ്യമെല്ലാം ബക്കറ്റിൽ കയറാൻ മടിച്ച കുഞ്ഞുപൂച്ചയൊടുവിൽ കയറിയെങ്കിലും തിരികെ ചാടി. അതിനാൽ അവസാനം ഞങ്ങൾ വളരെ വേഗം അവനെ വലിച്ചെടുത്തു ബക്കറ്റോടെ പുറത്തേക്കിട്ടതിൽ ബക്കറ്റ് പൊട്ടി. എങ്കിലും കുഞ്ഞുപൂച്ചയുടെ ജീവൻ തിരിച്ചു കിട്ടി എന്ന ആശ്വാസമല്ലേ വലുത്. അവനെ കാണാതെ അക്ഷമരായി കാത്തിരുന്ന അമ്മപ്പൂച്ചയും സഹോദരങ്ങളും എങ്ങോ മടങ്ങിപ്പോയിരുന്നു. കരയ്ക്കെത്തിയ കുഞ്ഞുപൂച്ച ഒന്ന് നിശ്വസിച്ച മാത്രയിൽ ഒരു ഓട്ടമായിരുന്നു അവന്റെ കുടുംബത്തെ കാണുവാൻ. ഞങ്ങൾക്കും അവന്റെ ജീവൻ രക്ഷിക്കാനായതിൽ സമാധാനം. ഇനി ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾക്ക് അവൻ ഇറങ്ങില്ലെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു.